എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഹൈക്കോടതി. ആർട്ടിക്കിൾ 214 പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കും എന്നതാണ്. ആർട്ടിക്കിൾ 231 പറയുന്നത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരേ കോടതി ഉണ്ടായിരിക്കാം എന്നതാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതി ഉണ്ട്? നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. ആന്ധ്രാപ്രദേശിലുള്ള അമരാവതിയിൽ ആണ് അവസാനമായി അല്ലെങ്കിൽ 25ാമത്തെ ഹൈക്കോടതിയായി നിലവിൽ വന്നത്. ആരാണ് ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? ഋതു ബഹ്റി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നിലവിൽ വന്നത് 2000 ആണ്. ആസ്ഥാനം നൈനിറ്റാലിലാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ അധികാര പരിധി ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. ആരാണ് ഇപ്പോഴത്തെ കൽക്കട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? TS ശിവഗണം. കൽക്കട്ട ഹൈക്കോടതി നിലവിൽ വന്നത് 1862 ആണ്. കൽക്കട്ട ഹൈക്കോടതിയുടെ ആസ്ഥാനം കൽക്കത്തയാണ്. അധികാര പരിധി വെസ്റ്റ് ബംഗാൾ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുമാണ്. ആരാണ് ഇപ്പോഴത്തെ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്കിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? N. കൊട്ടേശ്വർ സിംഗ്. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി നിലവിൽ വന്നത് 1928-ലാണ്. ആസ്ഥാനം ശ്രീനഗറിലും അധികാര പരിധി ജമ്മു ആൻഡ് കാശ്മീരും പിന്നെ ലഡാക്കിലുമാണ്. ആരാണ് ഇപ്പോഴത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? അരുൺ ബൻസാലിയാണ്. അലഹബാദ് ഹൈക്കോടതി നിലവിൽ വന്നത് 1866-ലാണ്. ആസ്ഥാനം പ്രയാഗ്രാജാണ്. അധികാര പരിധി ഉത്തർപ്രദേശാണ്. ആരാണ് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ധീരജ് സിംഗ് താക്കൂർ. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 2019-ലാണ്. ആസ്ഥാനം അമരാവതി. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ അധികാര പരിധി ആന്ധ്രാപ്രദേശാണ്. ആരാണ് ഇപ്പോഴത്തെ മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? രവി വിജയ് കുമാർ മാലിവാത്ത്. മധ്യപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 1956-ലാണ്. ആസ്ഥാനം ജബൽപൂരും അധികാര പരിധി മധ്യപ്രദേശ് സ്റ്റേറ്റുമാണ്. ആരാണ് ഇപ്പോഴത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? സഞ്ജയ് വി ഗംഗപൂർവാല. മദ്രാസ് ഹൈക്കോടതി നിലവിൽ വന്നത് 1862-ലാണ്. ആസ്ഥാനം ചെന്നൈയും അധികാര പരിധി തമിഴ്നാടും പുതുച്ചേരിയുമാണ്. ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956-ലും ആസ്ഥാനം കൊച്ചിയിലുമാണ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധി കേരള സ്റ്റേറ്റും ലക്ഷദ്വീപുമാണ്. ആരാണ് ഇപ്പോഴത്തെ തെലങ്കാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? അലോക് ആരാധെ. തെലങ്കാന ഹൈക്കോടതി നിലവിൽ വന്നത് 2019-ലാണ്. ആസ്ഥാനം ഹൈദരാബാദും അധികാര പരിധി തെലങ്കാന സ്റ്റേറ്റുമാണ്. ആരാണ് ഇപ്പോഴത്തെ കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? നിലയ് വിപിൻ ചന്ദ്ര അഞ്ചറിയ. കർണാടക ഹൈക്കോടതി നിലവിൽ വന്നത് 1884-ലും ആസ്ഥാനം ബാംഗ്ലൂരിലുമാണ്. കർണാടക ഹൈക്കോടതിയുടെ അധികാര പരിധി കർണാടക സ്റ്റേറ്റാണ്. ആരാണ് ഇപ്പോഴത്തെ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ശ്രീ ചന്ദ്രശേഖർ ആണ്. ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം റാഞ്ചിയാണ്. നിലവിൽ വന്നത് 2000-ലാണ്. അധികാര പരിധി ജാർഖണ്ഡ് സ്റ്റേറ്റ് മാത്രമാണ്. ആരാണ് ഇപ്പോഴത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ഗുർമീത് സിംഗ് സന്ദ്വാലിയ.
നിലവിൽ വന്നത് 1966. ആസ്ഥാനം ചണ്ഡീഗഡ് ആണ്. അധികാര പരിധി 3 സ്റ്റേറ്റിനുണ്ട്: പഞ്ചാബ്, ഹരിയാന ആൻഡ് ചണ്ഡീഗഡ്. ആരാണ് ഇപ്പോഴത്തെ സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? വിശ്വനാഥ് സൊമാത്തർ. സിക്കിം ഹൈക്കോടതി നിലവിൽ വന്നത് 1975 ആണ്. ആസ്ഥാനം ഗാംഗ്ടോക്കും അധികാര പരിധി സിക്കിമുമാണ്. ആരാണ് ഇപ്പോഴത്തെ മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? എസ് വൈദ്യനാഥൻ. മേഘാലയ ഹൈക്കോടതി നിലവിൽ വന്നത് 2013 ആണ്. ആസ്ഥാനം ഷില്ലോങ്ങിലും അധികാര പരിധി മേഘാലയയും മാത്രമാണ്. ആരാണ് ഇപ്പോഴത്തെ പാറ്റ്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? കെ വിനോദ് ചന്ദ്രൻ ആണ്. പാറ്റ്ന ഹൈക്കോടതി നിലവിൽ വന്നത് 1916 ആസ്ഥാനം പാറ്റ്നയിലുമാണ്. അധികാര പരിധി ബീഹാർ സ്റ്റേറ്റ് ആണ്. ആരാണ് ഇപ്പോഴത്തെ ഒറീസ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ചക്രധരി ശരൺ സിംഗ്. ഒറീസ ഹൈക്കോടതി നിലവിൽ വന്നത് 1948 ആസ്ഥാനം കട്ടക്കിലും അധികാര പരിധി ഒഡീഷ സ്റ്റേറ്റുമാണ്. ആരാണ് ഇപ്പോഴത്തെ ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? വിജയ് ബിഷ്ണോയ്. ഗുവാഹത്തി ഹൈക്കോടതി നിലവിൽ വന്നത് 1948 ആസ്ഥാനം ഗുവാഹത്തിയിലുമാണ്. അധികാര പരിധി ആസാം, നാഗാലാൻഡ്, മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ് 4 സ്റ്റേറ്റുകൾക്കാണ്. ആരാണ് ഇപ്പോഴത്തെ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ. രാജസ്ഥാൻ ഹൈക്കോടതി നിലവിൽ വന്നത് 1950 ആസ്ഥാനം ജോധ്പൂരിലും അധികാര പരിധി രാജസ്ഥാനുമാണ്. ആരാണ് ഇപ്പോഴത്തെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? മൻമോഹൻ. ഡൽഹി ഹൈക്കോടതി നിലവിൽ വന്നത് 1966 ആസ്ഥാനം ന്യൂഡൽഹിയും അധികാര പരിധി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയാണ്. ആരാണ് ഇപ്പോഴത്തെ ബോംബെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? ദേവേന്ദ്ര കുമാർ ഉപാധ്യായ. ബോംബെ ഹൈക്കോടതി നിലവിൽ വന്നത് 1862 ആസ്ഥാനം മുംബൈയിലുമാണ്. അധികാര പരിധി മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാം ആൻഡ് ദിവ്. ആരാണ് ഇപ്പോഴത്തെ മണിപ്പൂർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? സിദ്ധാർത്ഥ് മൃദുൽ. മണിപ്പൂർ ഹൈക്കോടതി നിലവിൽ വന്നത് 2013 ആണ്. ആസ്ഥാനം ഇംഫാലിലും അധികാര പരിധി മണിപ്പൂർ സ്റ്റേറ്റുമാണ്. ആരാണ് ഇപ്പോഴത്തെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? സുനിത അഗർവാൾ. ഗുജറാത്ത് ഹൈക്കോടതി നിലവിൽ വന്നത് 1960 ആസ്ഥാനം അഹമ്മദാബാദിലുമാണ്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ അധികാര പരിധി ഗുജറാത്ത് സ്റ്റേറ്റ് ആണ്. ആരാണ് ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? MS രാമചന്ദ്ര റാവു. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 1971 ആസ്ഥാനം ഷിംലയും അധികാര പരിധി ഹിമാചൽ പ്രദേശുമാണ്. ആരാണ് ഇപ്പോഴത്തെ ചണ്ഡീഗഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? രമേശ് സിൻഹ. ചണ്ഡീഗഡ് ഹൈക്കോടതി നിലവിൽ വന്നത് 2000 ആസ്ഥാനം ബിസ്ലാപൂരും അധികാര പരിധി ചണ്ഡീഗഡുമാണ്. ആരാണ് ഇപ്പോഴത്തെ ത്രിപുര ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? അപരേഷ് കുമാർ സിംഗ്. ത്രിപുര ഹൈക്കോടതി നിലവിൽ വന്നത് 2013 ആസ്ഥാനം അഗർത്തലയും അധികാര പരിധി ത്രിപുര സ്റ്റേറ്റുമാണ്.